ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. LP-UP അധ്യാപക നിയമനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം LPSA UPSCയുടെ ഷോർട്ട് ലിസ്റ്റ് എല്ലാ ജില്ലകളിലും വന്നു കഴിഞ്ഞു. അതോടൊപ്പം വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം. അപ്പം ഇൻ്റർവ്യൂ എന്നായിരിക്കും, ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ കുറേ പേർക്ക് പല ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്ന സാഹചര്യത്തിൽ ഇനി വെരിഫിക്കേഷൻ, വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ടാകുന്നതാണ്. അപ്പോൾ LP-യുടെയും UP-യുടെയൊക്കെ ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. LP-UP അധ്യാപക നിയമനം അഭിമുഖത്തിന് ഒരുക്കം തുടങ്ങി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഭിമുഖത്തിന് സാധ്യത. LP അധ്യാപനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇത്തവണ 12,082 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ LP പട്ടികയിൽ ടോട്ടൽ എല്ലാ ജില്ലയിലും ഉൾപ്പെടെ 12,082 പേരാണുള്ളത്. UP-ST ചുരുക്കപ്പട്ടികയിൽ ആകെ 9,033 പേരുണ്ട്. UP 9,033 രണ്ട് വിഭാഗത്തിലും ആകെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ട്. ചില ജില്ലകളിൽ LP-UP വ്യത്യാസമില്ലാതെ ഉദ്യോഗാർത്ഥികൾ കൂടുതലുണ്ടെങ്കിലും പൊതുവിൽ ചെറിയ പട്ടികകളാണ് പ്രസിദ്ധീകരിച്ചത്. അതായത് പട്ടിക ചുരുക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കുറവാണെന്നാണ് ഇതിൽ പറയുന്നത്. നിയമനങ്ങൾ കുറഞ്ഞതും തസ്തിക നിർണയ നടപടികൾ വൈകുന്നതുമാണ് ഇതിന് കാരണം. രേഖാപരിശോധനയ്ക്ക് ശേഷമായിരിക്കും അഭിമുഖം നടത്തുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഭിമുഖം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, പല ജില്ലകളും വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, LP-യിലും UP-യിലും ഏറ്റവും വലിയ റാങ്ക് പട്ടിക മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ LP വിഭാഗത്തിൽ 3,066 പേരും UP വിഭാഗത്തിൽ 1,330 പേരുമാണുള്ളത്. ഏറ്റവും ചെറിയ ഷോർട്ട് ലിസ്റ്റ് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും ചെറിയ ഷോർട്ട് ലിസ്റ്റ്. അതിൽ 301 പേരാണ് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ UP-യിൽ 228 പേരുള്ള പത്തനംതിട്ടയാണ് ഏറ്റവും ചെറുത്. UP ഏറ്റവും ചെറുത് 228 പത്തനംതിട്ട. ഇടുക്കി LP-യിൽ ഏറ്റവും ചെറുത് 301 പേര്. അങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലുത് നമുക്ക് പറഞ്ഞു മലപ്പുറം ജില്ലയാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പകർപ്പിനും അപേക്ഷിക്കാനാവൂ. ആർക്കെങ്കിലും റിവാലുവേഷന് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ റിവാലുവേഷന് കൊടുക്കാൻ പറ്റുള്ളൂ. കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു, റിവാലുവേഷന് കൊടുക്കണോ, എനിക്ക് അത്ര മാർക്ക് ഉണ്ടായിരുന്നു മാം, എന്നിട്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നൊക്കെ ചോദിച്ചു. അവർക്ക് ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് മുൻ റാങ്കുകളിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെരിഫിക്കേഷൻ കഴിഞ്ഞവരൊക്കെ ഒന്ന് കമൻ്റൊക്കെ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് LP-UP-യുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.